നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രൊഫഷണൽ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു പ്രധാന ഡോക്യുമെന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഥവാ SOP. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ ഇതുവരെയുള്ള യാത്രയുടെ ഒരു പ്രതിഫലനമാണ്. ഈ സ്വപ്നങ്ങളുടെ വാതായനങ്ങൾ തുറക്കുവാനുള്ള അത്ഭുത ശക്തിയുള്ള ഒരു മാന്ത്രിക താക്കോലാണ്. ഇത് ശരിക്കും ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ വെട്ടിപ്പിടിക്കാനും അതോടൊപ്പം വെട്ടിത്തകർക്കാനും പ്രഹരശേഷിയുള്ള ഒരു വാൾ. ശക്തമായ ഒരു SOP എന്നാൽ ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖപുസ്തകം ആണ് ഒരു SOP. മറ്റുള്ള അപേക്ഷകരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന അളവുകോലിൻ്റെ പോസിറ്റീവ് വശമാണ് നിങ്ങളുടെ ഭാവി ശോഭനമാക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായും ഇതിന് ഒരു നെഗറ്റീവ് വശവുമുണ്ട്. നിങ്ങളുടെ അപേക്ഷകൾ വിശകലനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളോ നിങ്ങൾക്ക് ജോലി തരുന്ന എംപ്ലോയറോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഗ്രേഡുകളോ റെസ്യൂമുകളോ മാത്രമല്ല, അവർക്ക് നിങ്ങളുടെ കഥ അറിയണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങളുടെ ഗ്രേഡുകൾക്കോ മാർക്കുകൾക്കോ പിറകിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് കാണിക്കാൻ, നിങ്ങളുടെ യുണീക്കായിട്ടുള്ള കഴിവുകൾ ഏതൊക്കെയെന്ന് തെളിയിക്കാൻ, അത് ഹൈലൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഈ സീറ്റിന് നമ്മൾ എങ്ങനെ അർഹനാകുന്നു എന്ന് തെളിയിക്കാൻ, നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയെ ബോധിപ്പിക്കാൻ ഒക്കെ ഈ SOP കൊണ്ട് സാധിക്കും. ഒരു നല്ല SOP എങ്ങനെ ആകർഷകമാക്കാമെന്നും സെലക്ഷൻ പാനലിൻ്റെ ഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ എങ്ങനെ ആകർഷകമാക്കാമെന്നും പ്രധാനപ്പെട്ട 10 പോയിന്റുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. 1. ഒരു വ്യക്തിപരമായ ആനിഡോട്ട് ഉപയോഗിച്ച് ആരംഭിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ താല്പര്യം ജനിപ്പിച്ച ഒരു ചെറിയ അനുഭവം പറയുന്നത് നിങ്ങളുടെ SOPയെ കൂടുതൽ ആകർഷകമാക്കും. ആനിഡോട്ട് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഹ്രസ്വവും രസകരവുമായ ഒരു വ്യക്തിപരമായ കഥയോ അനുഭവമോ ആണ്. ഇത് സാധാരണയായി ഒരു പ്രത്യേക പോയിന്റ് ഉൾക്കൊള്ളുന്നതോ ഒരു സന്ദേശം എത്തിക്കുന്നതോ ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പോലെയുള്ള രചനകളിൽ ഒരു ആനിഡോട്ട് ഉപയോഗിക്കുന്നത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. 2. നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫഷണലിൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളത്. ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് നിങ്ങളുടെ ദീർഘകാല കരിയർ ലക്ഷ്യങ്ങളുമായി എങ്ങനെ യോജിക്കുന്നുവെന്നും വ്യക്തമായി നിർവചിക്കുക. നിങ്ങളുടെ താല്പര്യമുള്ള മേഖലകളെക്കുറിച്ചും പ്രോഗ്രാം അവയിലേക്ക് ആഴത്തിൽ പഠിക്കാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നുവെന്നും വ്യക്തമാക്കുക. 3. അനുബന്ധ അനുഭവം ഹൈലൈറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ അക്കാദമിക പശ്ചാത്തലം, ഗവേഷണ ശ്രമങ്ങൾ, ജോലി അനുഭവം, നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. ഗ്രാജുവേറ്റ് പഠനത്തിനായി നിങ്ങളുടെ തയ്യാറെടുപ്പ് തെളിയിക്കുന്ന കഴിവുകളും നേട്ടങ്ങളും എല്ലാം ഊന്നി പറയുക. 4. പ്രോഗ്രാമിനെ കുറിച്ച് അറിവ് പ്രകടിപ്പിക്കുക. നിങ്ങൾ പ്രോഗ്രാം സമഗ്രമായി പഠിച്ച് ഗവേഷണം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വിശകലനം SOPയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ താല്പര്യങ്ങളുമായി യോജിക്കുന്ന ഫാക്കൽറ്റി അംഗങ്ങളെ, നിങ്ങളുടെ യുണീക്ക് പ്രോഗ്രാം സവിശേഷതകൾ അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കുന്ന വിഭവങ്ങൾ എന്നിവ കൃത്യമായി പരാമർശിക്കുക. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ താല്പര്യം വ്യക്തമാക്കുന്ന ഒരു എവിഡൻസ് ആയിരിക്കും. 5. ആധികാരികതയും ചിന്താപരതയും ഉളവാക്കുക. നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടേതായ വാക്കുകളിൽ എഴുതുക. നിങ്ങളുടെ യഥാർത്ഥ ചിന്തകളും അനുഭവങ്ങളും പ്രതിഫലിപ്പിക്കുക. ക്ലീഷേകളും സാധാരണ പ്രസ്താവനകളും ഒഴിവാക്കുക. അഡ്മിഷൻ കമ്മിറ്റികൾ നിങ്ങളുടെ നിഷ്പക്ഷതയും ഒറിജിനാലിറ്റിയെയും തീർച്ചയായിട്ടും അംഗീകരിക്കും. 6. ഒരു വ്യക്തവും ഓർഗനൈസ് ആയതുമായ ഘടന പാലിക്കുക. സാധാരണയായി ഒരു SOP ഒരു ആമുഖം, നിങ്ങളുടെ പശ്ചാത്തലം, താല്പര്യങ്ങളും വിശദമാക്കുന്ന ഒരു ബോഡി ഖണ്ഡികകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങളും പ്രോഗ്രാമുമായുള്ള ബന്ധം സംക്രമിക്കുന്ന ഒരു ഉപസംഹാരം എന്നിവ ഉൾപ്പെടുന്നു. ഈ ഭാഗങ്ങൾ തമ്മിലുള്ള ലോജിക്കൽ കണക്ഷൻ കൃത്യമായി പാലിക്കുക. 7. ഏതെങ്കിലും അക്കാദമിക അസാധാരണത്വങ്ങൾ ചിന്താപൂർവം അഡ്രസ്സ് ചെയ്യുക. അതായത് നിങ്ങളുടെ അക്കാദമിക റെക്കോർഡിൽ വിടവുകളോ ദുർബലതകളോ ഉണ്ടെങ്കിൽ അവ ഹ്രസ്വമായി വിശദീകരിക്കുക. ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വളർന്നുവെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തു പഠിച്ചു എന്നോ വ്യക്തമാക്കുന്ന രീതിയിൽ ഉള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കണം. 8. പ്രൂഫ് റീഡ് ചെയ്യുക. ഫീഡ്ബാക്ക് തേടുക. നിങ്ങളുടെ SOP ഗ്രാമർ, സ്പെല്ലിംഗ്, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ശ്രദ്ധാപൂർവം പരിശോധിച്ച് ക്ലിയർ ചെയ്യുക. മെന്റർമാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരുമായി അവലോകനം ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളും പരിഗണിക്കുക. കാരണം അവർ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കും. 9. ഗൈഡ് ലൈനുകൾ പാലിക്കുക. പ്രോഗ്രാം നൽകുന്ന ഏതെങ്കിലും നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുക. വാക്ക് കൗണ്ട് പ്രത്യേകം പരിശോധിക്കുക. ഏതെങ്കിലും നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുക. ഉദാഹരണമായി,
വാക്ക് കൗണ്ട്, പരിധികളും പ്രോംപ്റ്റുകളും ഉൾപ്പെടുന്ന വിവരങ്ങൾ. ഇത് നിങ്ങളുടെ വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും ആപ്ലിക്കേഷൻ പ്രക്രിയയോടുള്ള ബഹുമാനവും കാണിക്കുന്നു. 10. ആദ്യമേ ആരംഭിച്ച് പുനരവലോകനം ചെയ്യുക. അതായത് നമ്മുടെ SOP സമർപ്പിക്കേണ്ട ഡെഡ് ലൈൻ വരെ പോകാതെ SOP ഡ്രാഫ്റ്റ് ചെയ്യാൻ ആരംഭിക്കുക. ഒന്നിലധികം പ്രാവശ്യം നമുക്ക് അത് അവലോകനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നു. പലപ്പോഴും കൂടുതൽ പോളിഷ് ചെയ്ത് വളരെ ശക്തമായതും വ്യക്തമായതും മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു SOP പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഇതുമൂലം സഹായിക്കുന്നു. ഓർമ്മിക്കുക, നിങ്ങളുടെ SOP നിങ്ങളുടെ പ്രവേശനത്തിന് ഒരു ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പറ്റിയ അവസരമാണ് നിങ്ങളുടെ SOP. തീർച്ചയായിട്ടും ഒരു അർപ്പണബോധവും ലക്ഷ്യത്തോടുള്ള ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡോടും കൂടി ഇതിനെ സമീപിക്കുക. നിങ്ങളുടെ അഭിനിവേശവും പ്രോഗ്രാമിനോടുള്ള യോഗ്യതയും വളരെ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഇത്രയും നല്ല ഒരു അവസരം വേറെ ഉണ്ടാവില്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.